സുഖട്ടാ ആ രാശേട്ടൻ വിളിച്ചിട്ടുണ്ടായിനി. നമ്മളെ മിലിറ്ററി രാശേട്ടല്ലേ, ഓരോ വീട്ടിലെ കിണറ്റിൽ തൊട്ടി വീണ്ടുണ്ടല്ലോ, അത് എടുക്കണം. കുറേ ദിവസം എന്നെ വിളിച്ചോണ്ടിരിക്കും, ഞാൻ ഫോൺ എടുത്തിട്ടേ ഇല്ല. ഇന്നെന്തായാലും പോയിരിക്കാൻ പോയിട്ടൊന്നുമല്ല. ഞാനില്ലപ്പാ ബാന്ന് കുറേ ദിവസം പണിയിലായിരിക്കുന്ന എങ്ങ വൈകുന്നേരം വന്ന് അടിക്കണ്ടേ, അതിന്റെ ബൗപ്പാവും. ബാന്ന് പിടിച്ചിട്ടുണ്ട്. മൂലക്കൊരു പാനി അത് എടുത്തോ. അതന്നെ ഇല്ലടാ, ഞാൻ 13-ാം തീയതി ബോംബെക്കെത്തും. ഇല്ല, മനോജ് വരുന്നോ അറിയില്ല. ആ ശരി ശരി. ശ്രീനാഥേ, നല്ലോണം പണിയെടുത്ത് തോന്നല്ലേ? അയ്യോ, ആ കിണറ്റിൽ നല്ലോണം ചളിയില്ല കിട്ടുക. അത് ആരെങ്കിലും ഇറക്കിച്ച് എന്തായാലും എടുക്കണം. നിങ്ങൾ ആരെങ്കിലും ഇങ്ങനെ എടുത്തരണം. അയ്യോ സുഖം, നമ്മൾ സമയം ഉണ്ടാവും അല്ലേ? പണി തിരക്കേണ്ട കുറച്ച്. അപ്പൊ എന്ത് ഉദ്ദേശിക്കുന്നത്? എന്തിപ്പാ എത്ര തരണ്ടേ? പൈസ ഒന്നും വേണ്ടപ്പാ. പൈസ വേണ്ടേ? പൈസ അല്ലേ? സാധനം നിങ്ങൾ 90 മിലിറ്ററി അടിക്കോ? പിന്നെ രണ്ടാളും അടിക്കോ? ശരി, ഒരു ഫുള്ളുണ്ട്. ഫുള്ളുണ്ട്. ഈ പൈസ കൊണ്ടുവന്ന് പൊട്ടത്തരായി പോയി. എന്ത് പൊട്ടത്തരം? എന്റെ സുഖട്ടാ, ആ കിണറ്റിൽ ഇറങ്ങിയിട്ട് തൊട്ടി എടുത്തേനി എത്ര പൈസ പണിക്കൈകളോട്? ഒരു 250 റുപ്യ പോട്ട്, മാക്സിമം ഒരു 300 റുപ്യ. അതിൽ കൂടുതൽ പണിക്കാൻ കഴിയുമോ? 300 റുപ്യക്ക് സാധനം കിട്ടുക, അതും മിലിറ്ററി ഫുള്ള്. ഇതാകുമ്പോ ബീവറയിൽ പോണ്ട, ക്യൂ നിൽക്കണ്ട, റിക്ഷക്ക് വാടക കൊടുക്കണ്ട, വൈകുന്നേരം ആടെ പോയി ഇരുന്നിട്ട് അടിച്ചാൽ മതി. മനസ്സിലായില്ലേ? ശരിയല്ലേ? ബുദ്ധി ഉപയോഗിക്കണം സുഖട്ടാ, ബുദ്ധി വേണം. ഇതേലൂടെ അപ്പൊ ഫുള്ളുണ്ട്. അതെ, ഫുള്ളുണ്ടായിനി, പക്ഷെ അത് ഏറെ വെച്ചെന്ന് അറിയില്ല. ശരി, പോവാ. എന്തൊന്ന് സുഖോട്ടെ ഇത്, എനക്കൊന്നും സുഖട്ടാ. ഇയാൾ നമ്മളെ പറ്റിച്ചെന്നെ. അല്ലെങ്കിൽ ആ പാതാളം പോലത്തെ കിണറ്റിലേക്ക് കഴിഞ്ഞിട്ട് ഇതാരെങ്കിലും തരൂ. ഞാൻ അപ്പനെ പറഞ്ഞു, ആ പൈസ മേടിച്ചാൽ മതിയായിരുന്നില്ലേ? പൈസ മേടിച്ചാൽ മതിയായിരുന്നല്ലേ? ശ്രീനാഥേ, സാധനം കിട്ടി. ഇത് ഞങ്ങക്ക്. അപ്പൊ ഇതാ അത് നീ ആയിക്കോട്ടെ, സന്തോഷം.